ഗുഡ് മോർണിംഗ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൈറ്റ്സ് ഓഫ് പോണർ ആൻഡ് പോണി. പോണറുടെയും പോണിയുടെയും റൈറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പോണർ അഥവാ പ്ലെഡ്ജറുടെ അവകാശങ്ങളെ കുറിച്ച് നോക്കാം. റൈറ്റ് ടു റിസീവ് ഇൻക്രീസ് ഇൻ പ്ലെഡ്ജ്ഡ് ഗുഡ്സ്. അപ്പം നമുക്ക് ഈ പ്ലെഡ്ജ്ഡ് ഗുഡ്സിൻ്റെ മുകളിൽ എന്തെങ്കിലും ഇൻക്രീസസ് ഉണ്ടെങ്കിൽ, ഇൻക്രീസസ് ഓഫ് പ്രോഫിറ്റിൻ്റെ എന്തെങ്കിലും വർധനവുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാനുള്ള അവകാശം പ്ലെഡ്ജർ അഥവാ പോണർക്ക് ഉണ്ടായിരിക്കും. കണ്ടോ, ഇഫ് ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ ദ ഗുഡ്സ് പ്ലെഡ്ജ്ഡ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് പ്ലെഡ്ജ്. അപ്പം നമ്മുടെ പണയം വെച്ച പണയ പീരീഡിൻ്റെ ആ ഒരു കാലാവധിക്കുള്ളിൽ പ്ലെഡ്ജ്ഡ് ഗുഡ്സിൽ എന്തെങ്കിലും വർധനവ് ഉണ്ടാകുകയാണെങ്കിൽ ദ പോണർ ഓർ പ്ലെഡ്ജർ ഹാസ് ദ റൈറ്റ് ടു ടേക്ക് ബാക്ക് ദ ഇൻക്രീസ് അലോങ് വിത്ത് ദ ഗുഡ്സ്. ആ ഗുഡ്സിനോടൊപ്പം തന്നെ ആ ഇൻക്രീസസും തിരിച്ച് ലഭിക്കുന്നതിനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്, പ്രൊവൈഡഡ് ഹി ഹാസ് ഫുള്ളി പെയ്ഡ് ദ ഡെറ്റ്. അപ്പം ഡെറ്റ് പൂർണ്ണമായിട്ടും അടച്ചു കഴിഞ്ഞാൽ ആ പ്ലെഡ്ജ്ഡ് ഗുഡ്സിനൊപ്പം ഇൻക്രീസസും ലഭിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സന്തോഷ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കുന്നു. ദെൻ ലോണിന് സെക്യൂരിറ്റി ആയിട്ട് അയാൾ ഈടായിട്ട് നൽകിയിട്ടുള്ളത് ABC ലിമിറ്റഡിൻ്റെ ഷെയർ സർട്ടിഫിക്കറ്റ് ആണ് നൽകിയിരിക്കുന്നത്. 100 ഷെയർസിൻ്റെ ഷെയർ സർട്ടിഫിക്കറ്റ് ഈട് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ലോൺ എടുത്തിരിക്കുന്നത്. ദെൻ ആ ഒരു പ്ലെഡ്ജിൻ്റെ ആ ഒരു പീരീഡിൽ ABC ലിമിറ്റഡ് അവരുടെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് ബോണസ് ഷെയർ കൊടുക്കുക, അല്ലേ? അപ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ആർക്കും കിട്ടും? സന്തോഷിനും ബോണസ് ഷെയർ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷെയർ സർട്ടിഫിക്കറ്റ് സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ്. ഇനി സന്തോഷ് ഈ ലോണൊക്കെ തിരിച്ചടച്ചു. ലോൺ തിരിച്ചടച്ചു കഴിയുമ്പോൾ ഈ ഷെയർ സർട്ടിഫിക്കറ്റ് തിരിച്ച് ആര് കൊടുക്കും? സൗത്ത് ഇന്ത്യൻ ബാങ്ക് തിരിച്ചു കൊടുക്കണം. അപ്പോൾ അദ്ദേഹം ബോണസ് ഷെയർ ഉൾപ്പെടെയുള്ള ഷെയറാണ് ആർക്ക് തിരിച്ചു കൊടുക്കേണ്ടത്? സന്തോഷിനെ തിരിച്ചു കൊടുക്കേണ്ടത്. അതാണ് അതിലെ പറയുന്നത്. പ്ലെഡ്ജ്ഡ് ഗുഡ്സിൻ്റെ മുകളിൽ ഇൻക്രീസസ് ഉണ്ടെങ്കിൽ ആ ഇൻക്രീസസ് കൂടെ റിസീവ് ചെയ്യുന്നതിനുള്ള അവകാശം പോണർ അഥവാ പ്ലെഡ്ജർക്ക് ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് പ്രിസർവേഷൻ ആൻഡ് മെയിൻ്റനൻസ് ആണ്, അല്ലേ? അതായത് പ്ലെഡ്ജർ ക്യാൻ എൻഫോഴ്സ് ദ പ്രിസർവേഷൻ ആൻഡ് പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് ദ ഗുഡ്സ് പ്ലെഡ്ജ്ഡ് ഇഫ് ദ പോണി ഈസ് കെയർലെസ് ഇൻ പ്രിസർവിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ പ്ലെഡ്ജ്ഡ് പ്രോപ്പർട്ടി. ഇപ്പോൾ പ്ലെഡ്ജ്ഡ് പ്രോപ്പർട്ടി എന്താ ചെയ്യണം? വളരെ പ്രോപ്പറായിട്ട് അത് കെയർ ചെയ്യണം. അതിന് വേണ്ട മെയിൻ്റനൻസ് ഒക്കെ കറക്റ്റായിട്ട് ആര് ചെയ്തിരിക്കണം? പോണി ചെയ്തിരിക്കണം. അപ്പോൾ ഈ പ്ലെഡ്ജ്ഡ് പ്രോപ്പർട്ടിയുടെ മെയിൻ്റനൻസും അതിൻ്റെ പ്രിസർവേഷനൊക്കെ, അത് പ്രോപ്പർ കെയറിങ് ഒന്നും പോണി നൽകുന്നില്ലെങ്കിൽ പോണർ അഥവാ പ്ലെഡ്ജർക്ക് എന്ത് ചെയ്യാം? ആ പ്ലെഡ്ജ്ഡ് ഗുഡ്സ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അതുപോലെ തന്നെ അത് സംരക്ഷിക്കുന്നതിനും ആരെ എൻഫോഴ്സ് ചെയ്യാം? ആരെ നിർബന്ധിക്കാം? പ്ലെഡ്ജറെ എൻഫോഴ്സ് ചെയ്യാവുന്നതാണ്. അത് കോർട്ടിൽ വേണമെങ്കിൽ പോയി അവർക്കത് എൻഫോഴ്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്ലെഡ്ജ്ഡ് പ്രോപ്പർട്ടിയുടെ പ്രിസർവേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ആരെ എൻഫോഴ്സ് ചെയ്യാം? പ്ലെഡ്ജീനെ എൻഫോഴ്സ് ചെയ്യാനുള്ള അവകാശം പ്ലെഡ്ജർ അഥവാ പോണർക്ക് ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് റൈറ്റ് ഓഫ് ആൻ ഓർഡിനറി ഡെറ്റർ. ഇപ്പോൾ ഒരു സാധാരണ ഡെറ്റർക്കുള്ള എല്ലാ അവകാശങ്ങളും ആർക്കും ഉണ്ടായിരിക്കും? ഈ പോണർക്ക് അഥവാ പ്ലെഡ്ജർക്ക് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ഓർഡിനറി ഡെറ്റർ എന്നുള്ള എല്ലാ അവകാശങ്ങളും പ്ലെഡ്ജർക്ക് ഉണ്ടായിരിക്കും. ദ പോണർ ഹാസ് എ റൈറ്റ് ഓഫ് ആൻ ഓർഡിനറി ഡെറ്റർ.
which has been provided by different statute in order to protect the debtor. ഇപ്പോൾ ഡെറ്ററെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് നിയമങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ആർക്കും ലഭിക്കുന്നതാണ്, പ്ലെഡ്ജർ ഓർ പോണർക്കും കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഏതിൽ വരുന്നത്, റൈറ്റ്സ് ഓഫ് പോണർ ഓർ പ്ലെഡ്ജർ വരുന്നത്. ഒന്ന് റൈറ്റ് ടു ഗെറ്റ് ബാക്ക് ഗുഡ്സ്, ദെൻ റൈറ്റ് ടു റിട്ടേൺ ദ ഗുഡ്സ് പ്ലഡ്ജ്ഡ്, then right to receive increase in pledged goods, then preservation and maintenance, then rights of an ordinary debtor. ഇത്രയൊക്കെയാണ് അതിൽ വരുന്നത്. then next നമുക്ക് rights of pony or pledgee നോക്കാം. പ്ലഡ്ജിക്ക് അല്ലെങ്കിൽ പോണിക്ക് എന്തൊക്കെ അവകാശങ്ങളാണുള്ളത്. ഫസ്റ്റ് വൺ പറയുന്നത് റൈറ്റ് ഓഫ് റീറ്റെയ്നർ അല്ലേ, റീറ്റെയ്നറുടെ അവകാശങ്ങളുണ്ട്. റീറ്റെയ്നർ എന്നുള്ള രീതിയിലുള്ള ചില അവകാശങ്ങൾ പോണിക്ക് വരുന്നുണ്ട്. അതായത് പോണി ഹാസ് എ റൈറ്റ് ടു റീറ്റെയിൻ ദ ഗുഡ്സ് പ്ലഡ്ജ്ഡ്. പ്ലഡ്ജ് ചെയ്ത ഗുഡ്സ് അദ്ദേഹത്തിന് റീറ്റെയിൻ ചെയ്യാം. എങ്ങനെ? നോട്ട് ഓൺലി ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ഡെറ്റ് ബട്ട് ഓൾസോ ഫോർ ഇറ്റ്സ് ഇൻട്രസ്റ്റ് അല്ലേ. അപ്പോൾ ഡെറ്റിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ടിനോടൊപ്പം തന്നെ അതിൻ്റെ ഇൻട്രസ്റ്റും കൂടെ ലഭിക്കുന്നത് വരെ പ്ലഡ്ജ്ഡ് ഗുഡ്സ് റീറ്റെയിൻ ചെയ്യാനുള്ള, അത് സ്വന്തം കസ്റ്റഡിയിൽ തന്നെ നിലനിർത്തുന്നതിനുള്ള അവകാശം പോണിക്കുണ്ട്. ആൻഡ് ഓൾ ഇൻസിഡൻ്റൽ എക്സ്പെൻസസ് ഫോർ പ്രിസർവിങ് ദ പ്ലഡ്ജ്ഡ് ഗുഡ്സ്. അപ്പോൾ ആ പ്ലഡ്ജ്ഡ് ഗുഡ്സ് പ്രിസർവ് ചെയ്യുന്നതിന് വേണ്ടി, അത് കെയർ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് വന്നിട്ടുള്ള എല്ലാ ചിലവുകളും, ദെൻ ഡെറ്റിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട്, അതിൻ്റെ ഇൻട്രസ്റ്റ്, ഇതെല്ലാം ലഭിക്കുന്നത് വരെ ഈ ഗുഡ്സ് പ്ലഡ്ജ്ഡ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്ലഡ്ജ്ഡ് ഗുഡ്സ് റീറ്റെയിൻ ചെയ്യുന്നതിനുള്ള റൈറ്റ് പോണിക്കുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് റീറ്റെയ്നർ ഫോർ സബ്സീക്വൻറ്റ് അഡ്വാൻസസ് ഓർ റൈറ്റ് ഓഫ് പെർട്ടിക്കുലർ ലീൻ. അപ്പോൾ സബ്സീക്വൻറ്റ് അഡ്വാൻസസ് ആണ് റീറ്റെയ്നർ ഫോർ സബ്സീക്വൻറ്റ് അഡ്വാൻസസ് ഓർ റൈറ്റ് ഓഫ് പെർട്ടിക്കുലർ ലീൻ. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 174 പറയുന്നുണ്ട്, when the pony lent money to some pawner, when the pony lent money to the same pawner after the date of pledge. അതായത് പ്ലഡ്ജിൻ്റെ ആ ഒരു പീരീഡിന് ശേഷവും സെയിം പോണർക്ക് തന്നെ പോണി കടം നൽകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പണം വായ്പയായിട്ട് നൽകുന്നുണ്ടെങ്കിൽ the right of retainer over the pledged goods extend to the subsequent advances. നമ്മൾ തുടർന്നും നൽകുന്ന ആ എമൗണ്ടിന് വേണ്ടിയിട്ടും ആ എമൗണ്ട് അത് ലഭിക്കുന്നത് വരെ ഏത് റീറ്റെയിൻ ചെയ്ത് വെക്കാം, ഈ ഒരു ഗുഡ്സ് ആ പ്ലഡ്ജ്ഡ് ഗുഡ്സ് റീറ്റെയിൻ ചെയ്ത് വെക്കാനായിട്ട് പോണിക്ക് സാധിക്കും. അപ്പോൾ ഫർദർ നമ്മൾ വീണ്ടും അഡ്വാൻസസ് നൽകുന്നുണ്ടെങ്കിൽ അതുവരെ. ഇപ്പോൾ അനു കൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ കടം വാങ്ങി, കൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് ഗോൾഡ് പണയം വെച്ചിട്ട് ഒരു 50,000 രൂപ വാങ്ങി. ദെൻ ഏകദേശം ആ ഒരു പ്ലഡ്ജ് പീരീഡിന് ശേഷം അതിന് ശേഷം എന്ത് ചെയ്തു, ഈ 50,000 രൂപ, അതായത് അനു വാങ്ങിയ കൃഷ്ണൻ്റെ കയ്യിൽ നിന്നാണ് അനു വാങ്ങിയിരിക്കുന്നത്. ദെൻ ഗോൾഡ് പകരം കൃഷ്ണന് കൊടുത്തിട്ടുണ്ട്. 50,000 രൂപയാണ് വാങ്ങിയിട്ടുള്ളത്. ഈ 50,000 രൂപ കൃഷ്ണന് നൽകി. അനു 50,000 രൂപ കൃഷ്ണന് നൽകി. ആ പ്ലഡ്ജ് പീരീഡ് കഴിഞ്ഞു, 50,000 രൂപ നൽകി. അല്ലെങ്കിൽ അതിൻ്റെ ലാസ്റ്റായിട്ട് കൃഷ്ണൻ്റെ നിന്ന് അഡീഷണൽ ആയിട്ട് ഒരു സംതിങ് എമൗണ്ട് കൂടെ വാങ്ങി. അപ്പോൾ ആദ്യം ഓൾറെഡി 50,000 വാങ്ങിയിട്ടുണ്ട്. ദെൻ ആ പ്ലഡ്ജ് പീരീഡിന് ശേഷം ഈ 50,000-നോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് ഒരു 25,000 കൂടെ കൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. അപ്പോൾ ഈ ഒരു 25,000 റുപ്പീസ് തിരിച്ച് ലഭിക്കുന്നത് വരെ ആർക്ക് ഈ ഗോൾഡ് ഓർണമെൻറ്റ്സ് ആർക്ക് കസ്റ്റഡിയിൽ വെക്കാം, കൃഷ്ണനെ കസ്റ്റഡിയിൽ വെക്കാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ 50,000 അടച്ചു കഴിഞ്ഞാൽ അനുവിനെ ഈ ഗോൾഡ് കൃഷ്ണൻ്റെ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റില്ല. സബ്സീക്വൻ്റ് ആയിട്ട് ഫർദർ
അഡ്വാൻസസ് അയാൾക്ക് കിട്ടിയിട്ടുള്ളത്, ഈ അഡ്വാൻസസും കൂടെ അല്ലെ ഈ കൊടുത്ത പൈസയും കൂടെ തിരിച്ചു കിട്ടുന്നത് വരെ ഈ ഗോൾഡ് ഓർണമെന്റ്സ് കൃഷ്ണനെ കസ്റ്റഡിയിൽ വെക്കാവുന്നതാണ്. അതാണ് റീറ്റെയിനർ ഫോർ സബ്സീക്വന്റ് അഡ്വാൻസസിലെ പറയുന്നത്. വെൻ ദ പോണി ലെൻഡ് മണി ടു ദ സെയിം പോണർ ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് പ്ലഡ്ജ്, ദ റൈറ്റ്, അതായത് പ്ലഡ്ജ് പണയം വെച്ചതിന് ശേഷം നമ്മൾ എപ്പോഴെങ്കിലും അല്ലെ പണയം വെച്ചു, ആദ്യം 50,000 രൂപയ്ക്ക് ഗോൾഡ് പണയം വെച്ചു, ദെൻ അത് വീണ്ടും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് 25,000 രൂപ വാങ്ങി. അപ്പൊ ഈ മൊത്തം എമൗണ്ട് കിട്ടുന്നത് വരെ ഈ ഗോൾഡ് കൃഷ്ണനെ കയ്യിൽ വെക്കാം എന്നാണ് പറയുന്നത്. ബട്ട് ദിസ് റൈറ്റ് ഡസ് നോട്ട് എക്സ്റ്റെൻഡ് ടു എനി പ്രീവിയസ് ഡെറ്റ് ഡ്യൂ ടു ദ പോണി. അതായത് ഇപ്പൊ അനു ഈ ഗോൾഡ് വെച്ച് 50,000 വെക്കുന്നതിന് മുൻപ് ഇയാളുടെ കയ്യിൽ നിന്ന് ഒരു 10,000 രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 10,000 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഗോൾഡ് കൃഷ്ണനെ കൈവശം വെക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ പ്രീവിയസ് ഡെറ്റിൻ്റെ മുകളിലുണ്ടെങ്കിൽ, പ്രീവിയസ് ഡെറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു റൈറ്റ് ഓഫ് പെർട്ടിക്കുലർ ലീൻ അദ്ദേഹത്തിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ അഡ്വാൻസസ് നമ്മൾ ഇപ്പോൾ ഈ ഒരു പ്ലഡ്ജിന് ശേഷം നമ്മൾ ഫർദർ അഡ്വാൻസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ സബ്സീക്വൻ്റ് അഡ്വാൻസസിലേക്ക് കൂടെ ഈ ഒരു പ്ലഡ്ജ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ഒരു റൈറ്റ് ആർക്ക് വരുന്നുണ്ട്? പോണിക്ക് വരുന്ന, അല്ലെങ്കിൽ പ്ലഡ്ജിക്ക് വരുന്നുണ്ട്. ദെൻ തേർഡ് വൺ പറയുന്നത് റൈറ്റ് ടു എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസസ് അല്ലേ. പോണിക്ക് നമ്മുടെ ഈ പ്ലഡ്ജ് ചെയ്തിട്ടുള്ള ഗുഡ്സ് പ്രിസേർവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എക്സ്ട്രാ ഓർഡിനറി, അതായത് നോർമൽ എക്സ്പെൻസസ് അല്ല, എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് പ്ലെഡ്ജറിൽ നിന്ന് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പോണി ഹാസ് എ റൈറ്റ് ടു ക്ലെയിം ഫ്രം ദ പോണർ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ഹിം ടു പ്രിസേർവ് ദ ഗുഡ്സ് പ്ലഡ്ജഡ്. അപ്പോൾ പ്ലഡ്ജഡ് ഗുഡ്സ് പ്രിസേർവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്ലഡ്ജറിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്, ക്ലെയിം ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് റൈറ്റ് എഗെയിൻസ്റ്റ് ട്രൂ ഓണർ. അതായത് പോണേഴ്സ് ടൈറ്റിൽ ഈസ് ഡിഫക്റ്റീവ്, പോണറുടെ ടൈറ്റിൽ ഡിഫക്റ്റീവ് ആണ്. ദാറ്റ് മീൻസ് പോണർ റിയൽ ഓർ ആക്ച്വൽ ഓർ ട്രൂ ഓണർ അല്ല വിചാരിക്കുക. ദ പോണി അക്വയർ എ ഗുഡ് ടൈറ്റിൽ ടു ദ ഗുഡ്സ്, പോണിക്ക് ആ പ്ലെഡ്ജ് ചെയ്ത ഗുഡ്സിൻ്റെ ഗുഡ് ടൈറ്റിൽ ലഭിക്കുന്നതാണ്. എങ്ങനെയാണെങ്കിൽ ദ പോണി ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് വിത്തൗട്ട് നോട്ടീസ് ഓഫ് പോണേഴ്സ് ഡിഫക്റ്റീവ് ടൈറ്റിൽ. പോണറുടെ ഈ ഡിഫക്റ്റീവ് ടൈറ്റിലിനെ കുറിച്ച് പോണിക്ക് അറിയുമായിരുന്നില്ലെങ്കിൽ, ദെൻ പോണി ഗുഡ് ഫെയ്ത്തോടു കൂടിയാണ് പ്രവർത്തിച്ചതെങ്കിൽ ആൾക്ക് എന്ത് കിട്ടുന്നതാണ്? അതിൻ്റെ ഗുഡ് ടൈറ്റിൽ ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പോൾ അനൂപ് ഒരു സ്കൂട്ടർ ഈടായിട്ട് പ്ലെഡ്ജ് ചെയ്തിട്ട് ബിനോയുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം വാങ്ങി, ബിനോയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി. ഈ സ്കൂട്ടർ അയാൾ വഴിയിൽ ഇരുന്നിരുന്ന സ്കൂട്ടർ അടിച്ചു മാറ്റിയിട്ടാണ് ബിനോയിൽ നിന്ന് പ്ലെഡ്ജ് ചെയ്തിട്ടാണത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇയാൾ നോൺ ഓണറാണ്, അയാൾ ശരിക്കും ഉടമസ്ഥനൊന്നല്ല, അയാൾക്ക് കണ്ടുകിട്ടിയതാണെന്ന് വിചാരിക്കുക. കണ്ടുകിട്ടിയ സ്കൂട്ടറായിരുന്നു, ബിനോയ്ക്ക് അത് കൊടുത്തു, അത് വെച്ചു. ഇപ്പോൾ ഇത് ഡിഫക്റ്റീവ് ടൈറ്റിലാണ്. ദെൻ ബിനോയ്ക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, ബിനോയ് ഗുഡ് ഫെയ്ത്തോടു കൂടെയാണ് ദെൻ ഇത് കണ്ടുകിട്ടിയതാണ് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു അറിവും ബിനോയ്ക്കില്ല. അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു ഈടായിട്ട് വാങ്ങിക്കൊണ്ട് അനൂപിനെ പൈസ നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്ലെഡ്ജ് എന്ന് പറയുന്നത് വാലിഡ് പ്ലെഡ്ജാണ്. ഇവിടെ പോണിക്ക് ഇതിൻ്റെ ഗുഡ് ടൈറ്റിൽ കിട്ടുന്നതാണ്. അപ്പോൾ അതാണ് റൈറ്റ് അഗെയിൻസ്റ്റ് ദ ട്രൂ ഓണർ. അപ്പോൾ ട്രൂ ഓണർ വന്നാലും ഇയാൾക്ക് എന്ത് കിട്ടുന്നതാണ്? ഗുഡ് ടൈറ്റിൽ പോണിക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ വെൻ ദ പോണേഴ്സ് ടൈറ്റിൽ ഈസ് ഡിഫക്റ്റീവ്, ദ പോണി അക്വയർ എ ഗുഡ് ടൈറ്റിൽ ടു ദ ഗുഡ്സ് ഓൺ കണ്ടീഷൻ ദാറ്റ്. എപ്പോഴാണത് കിട്ടുന്നത്? ദ പോണി
act in good faith and without notice of owner's defective title. അപ്പോൾ ആ ഓണറുടെ ഡിഫക്റ്റീവ് ടൈറ്റിലിനെ കുറിച്ച് അറിയാനും പാടില്ല, അയാൾ ഗുഡ് ഫെയ്ത്തോടു കൂടിയാണ് പ്രവർത്തിച്ചിട്ടുള്ളതെങ്കിൽ അദ്ദേഹത്തിന് പോണിക്ക് ആ ഗുഡ്സിൻ്റെ ഗുഡ് ടൈറ്റിൽ ലഭിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് റൈറ്റ് ഓഫ് ദ പോണി വെൻ ദ പോണർ ഈസ് ഇൻ ഡിഫോൾട്ട്. അതായത് when pawnor make default in payment of the debtor in the performance of the promises within the time limit. അല്ലേ, ഇപ്പോൾ പോണർ പേയ്മെൻറ്റ് നടത്തുന്നതിൽ ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ ദെൻ പ്രോമിസസ് പെർഫോം ചെയ്യുന്നതിൽ, അപ്പോൾ ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ അത് ആ പ്രോമിസസ് നിർവഹിക്കാതിരിക്കുകയാണെങ്കിൽ, ദെൻ അദ്ദേഹം പേയ്മെൻറ്റ് നടത്തുന്നതിൽ ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ ദ പോണി ക്യാൻ ഫയൽ എ സ്യൂട്ട് എഗെയിൻസ്റ്റ് ദ പോണർ ഫോർ ദ റീപേയ്മെൻറ്റ് ഓഫ് ഡെറ്റ്. അപ്പോൾ ആ ഡെറ്റ് റീപേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആ പ്രോമിസസ് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അത് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോണർക്കെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ സ്പെസിഫൈഡ് ടൈം ലിമിറ്റിനുള്ളിൽ അവരെ, ഇപ്പോൾ കടം വാങ്ങിയതാണെങ്കിൽ തിരിച്ച് നൽകിയിരിക്കണം, നമ്മൾ എന്തെങ്കിലും പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോമിസ് നമ്മൾ ഫുൾഫിൽ ചെയ്യുകയും വേണം. അപ്പോൾ അത് രണ്ടും ചെയ്തിട്ടില്ലെങ്കിൽ പോണർക്കെതിരെ അല്ലെങ്കിൽ പ്ലഡ്ജർക്കെതിരെ കേസ് കൊടുക്കാവുന്നതാണ്. ഡെറ്റാണെങ്കിൽ തിരിച്ചു ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, പ്രോമിസസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി. ദെൻ ആഫ്റ്റർ ഗിവിങ് റീസണബിൾ നോട്ടീസ് ഓഫ് സെയിൽസ്, ഇനിയിപ്പോൾ ഗുഡ്സാണ് പ്ലഡ്ജ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പോണിക്ക് നോട്ടീസ് നൽകിക്കൊണ്ട്, പോണർക്ക് നോട്ടീസ് നൽകിക്കൊണ്ട് ദ പോണി ക്യാൻ ഓൾസോ സെൽ ദ പ്ലഡ്ജ്ഡ് ഗുഡ്സ്. ആ പ്ലഡ്ജ്ഡ് ഗുഡ്സ് ആർക്ക് വിൽക്കുകയും ചെയ്യാം, പോണിക്ക് വിൽക്കുകയും ചെയ്യാം. അപ്പോൾ അതാണ് റൈറ്റ് ഓഫ് പോണി വെൻ പോണർ ഈസ് ഇൻ ഡിഫോൾട്ട്. അപ്പോൾ പോണർ ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ പോണിക്ക് അദ്ദേഹത്തിനെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് റൈറ്റ് ടു സെൽ ദ ഗുഡ്സ് ആണ്. അതായത് പോണി ക്യാൻ സെൽ ദ പ്ലഡ്ജ്ഡ് ഗുഡ്സ് ആഫ്റ്റർ ഗിവിങ് റീസണബിൾ നോട്ടീസ് ഓഫ് സെയിൽസ്. അപ്പോൾ പോണിക്ക് പ്ലഡ്ജ്ഡ് ഗുഡ്സ് വിൽക്കാം, പക്ഷേ എന്തും വേണം, നോട്ടീസ് നൽകണം. ആ പ്ലഡ്ജ്ഡ് ഗുഡ്സ് വിൽക്കുകയാണെന്ന് ആർക്ക് നോട്ടീസ് കൊടുക്കണം, പ്ലഡ്ജർക്ക് നോട്ടീസ് കൊടുക്കണം. അപ്പോൾ നമ്മളൊക്കെ ബാങ്കുകളിലെ വീടിൻ്റെയും പറമ്പിൻ്റെയും ആധാരം പണയം വെച്ചിട്ടും ഗോൾഡ് പണയം വെച്ചിട്ടൊക്കെ ലോൺ എടുക്കാറുണ്ട്. അപ്പോൾ ആ ലോൺ നമ്മൾ തിരിച്ചടച്ചില്ലെങ്കിൽ, ഒരു നിശ്ചിത കാലയളവിന് ശേഷവും നമ്മൾ ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും, ആ പ്ലഡ്ജ്ഡ് ഗുഡ്സ് അത് എന്തായാലും അവരത് ലേലം ചെയ്യും. പക്ഷെ അത് അവർ ലേലത്തിൽ വെക്കുന്നതിന് മുൻപ് ആരെ അറിയിക്കും, പ്ലഡ്ജറേനെ അറിയിക്കും, ഞങ്ങൾ ഇന്ന ഡേറ്റിന് ലേലത്തിൽ വെക്കുകയെന്ന്. അപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ നോട്ടീസ് കൊടുത്തതിന് ശേഷമാണ് അവരത് ആക്ച്വലി അത് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ റീസണബിൾ നോട്ടീസ് അവിടെ മസ്റ്റാണ്. അപ്പോൾ ഗിവിങ് റീസണബിൾ നോട്ടീസ് ഓഫ് സെയിൽ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻ്റ് ആണ്. അപ്പോൾ നോട്ടീസ് എന്തായാലും അവിടെ കൊടുത്തിരിക്കണം. ഇനി നമ്മൾ പ്രോപ്പർ നോട്ടീസസ് നൽകാതെയാണ് ആ സെയിൽ നടത്തുന്നതെങ്കിൽ, അതായത് പ്ലഡ്ജറെ നമ്മൾ അറിയിക്കാതെയാണ് സെയിൽസ് നടത്തുന്നതെങ്കിൽ അത് വോയിഡാണ്. അപ്പോൾ അത് വോയിഡായിരിക്കും. അപ്പോൾ എപ്പോഴും അവിടെ ആ ഒരു പ്രോപ്പർ നോട്ടീസ് അല്ലെങ്കിൽ റീസണബിൾ നോട്ടീസ് എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഏതിൽ വരുന്നത്, റൈറ്റ്സ് ഓഫ് പോണി വരുന്നത്. റൈറ്റ്സ് ഓഫ് റീറ്റെയിനർ, ദെൻ റീറ്റെയിനർ ഫോർ സബ്സീക്വൻ്റ് അഡ്വാൻസ്, റൈറ്റ് ടു എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസസ്, റൈറ്റ് അഗെയിൻസ്റ്റ് ട്രൂ ഓണർ, റൈറ്റ് ഓഫ് ദ പോണി വെൻ പോണർ ഈസ് ഇൻ ഡിഫോൾട്ട്, ദെൻ റൈറ്റ് ടു സെൽ ദ ഗുഡ്സ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്ലഡ്ജിൽ പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ബെയിൽമെൻറ്റും പ്ലഡ്ജും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഡിഫറൻസസ് നമുക്ക് പർപ്പസിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലേ, പർപ്പസ് അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാവുന്നതാണ്. ബെയിൽമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡെലിവറി ഓഫ് ഗുഡ്സ് ഫോർ സം പർപ്പസ് such as safe custody, use, repair, then conversion of form, transportation, etc. അല്ലേ, ഇവിടെ ബെയിൽമെൻറ്റിലെ നമ്മൾ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത് ചില
ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് സേഫ് കസ്റ്റഡിയിൽ വെക്കുന്നതിനോ റിപ്പയർ ചെയ്യുന്നതിനോ അത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടോ ദെൻ അതിൻ്റെ ഫോം കൺവേർട്ട് ചെയ്യുന്നതിന് സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ പീസ് ഓഫ് ക്ലോത്ത് കൊടുത്തിട്ട് ചുരിദാറും ജീൻസും ടോപ്പൊക്കെ ഇതാക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഫോം അതിൻ്റെ രൂപം അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഇതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണ് നമ്മൾ ബെയിൽമെൻറ്റ് നടത്തുന്നത്. എന്നാൽ പ്ലഡ്ജ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ എ സ്പെസിഫിക് പർപ്പസ്, ദാറ്റ് ഈസ് റീപേയ്മെൻറ്റ് ഓഫ് എ ഡെറ്റ് ഓർ പെർഫോമൻസ് ഓഫ് എ പ്രോമിസ്. നമ്മളിപ്പോൾ ഒരു കടം വാങ്ങിയാൽ അത് തിരിച്ച് നൽകും. നമ്മളൊരു പ്രോമിസ് ചെയ്താൽ അത് ആ പ്രോമിസ് നമ്മൾ നടപ്പിലാക്കും എന്നുള്ളതിനുള്ള ഒരു സെക്യൂരിറ്റി എന്നുള്ളതിനാണ് നമ്മൾ പ്ലഡ്ജ് പണയം നൽകുന്നത്. ദെൻ റിട്ടേൺ ഓഫ് ഗുഡ്സ് ആണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം ബെയിൽമെൻറ്റ് ആൻഡ് പ്ലഡ്ജ്. ഇപ്പോൾ ബെയിൽമെൻറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഗ്രാറ്റ്യൂട്ടസ് ബെയിൽമെൻറ്റിൽ ബെയിലി ഈസ് ബൗണ്ട് ടു റിട്ടേൺ ദ ഗുഡ്സ് ഇഫ് ഡിമാൻഡ് ബൈ ദ ബെയിലർ. അല്ലേ, ബെയിലർ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് ബെയിലി ഗുഡ്സ് തിരിച്ച് നൽകേണ്ടതാണ് ഗ്രാറ്റ്യൂട്ടസ് ബെയിൽമെൻറ്റിൽ. പക്ഷേ പ്ലഡ്ജിലെ അങ്ങനെ എന്താ ആവശ്യമില്ല. ഇറ്റ് ഈസ് നോട്ട് ടു ബൗണ്ട് ടു റിട്ടേൺ ദ ഗുഡ്സ് ഗിവൺ ആസ് സെക്യൂരിറ്റി. അല്ലേ, സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ നൽകിയിട്ടുള്ള ഗുഡ്സ് തിരിച്ച് നൽകേണ്ട ആവശ്യമില്ല പോണിക്ക്. എപ്പോൾ വരെ? അൺടിൽ ആൻഡ് അൺലെസ് ദ ഡെറ്റ് ഈസ് റീപെയ്ഡ് ഓർ പ്രോമിസ് ഫുൾഫിൽഡ്. അപ്പം ആ പ്രോമിസ് ഫുൾഫിൽ ചെയ്യുന്നത് വരെ, ഡെറ്റ് തിരിച്ച് നൽകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നൽകിയ പ്ലഡ്ജ് ചെയ്ത ഗുഡ്സ് തിരിച്ച് ആർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല? പ്ലഡ്ജർക്ക് പോണി നൽകേണ്ട ആവശ്യമില്ല. ദെൻ റൈറ്റ് ടു സെല്ലാണ്. നമുക്ക് ആ ഗുഡ്സ് വിൽക്കാനുള്ള അവകാശം. ബെയിലി ക്യാൻ ഐദർ റീറ്റെയിൻ ദ ഗുഡ്സ് ഓർ ഫയൽ സ്യൂട്ട് ടു ക്ലെയിം ഹിസ് ചാർജസ്. അല്ലേ, ബെയിൽമെൻറ്റിൽ എങ്ങനെയാണ്? അയാൾക്ക് പ്രതിഫലം കിട്ടിയില്ലെങ്കിൽ, ചാർജസ് ഓർ പ്രതിഫലം അയാൾക്ക് കിട്ടിയില്ലെങ്കിൽ ബെയിലിക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ ആ ഗുഡ്സ് ഓൺ കസ്റ്റഡിയിൽ തന്നെ വെക്കാം ആ ചാർജ് കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ നമുക്ക് ഒരു കേസ് ഫയൽ ചെയ്യാം. അല്ലാതെ ഗുഡ്സ് വിൽക്കാനായിട്ട് സാധിക്കില്ല, ബെയിൽഡ് ഗുഡ്സ് വിൽക്കാൻ പറ്റില്ല. പക്ഷേ പ്ലഡ്ജിലെ പോണർ ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ പോണി ക്യാൻ സെൽ ദ ഗുഡ്സ് പ്ലഡ്ജഡ് ആഫ്റ്റർ ഗിവിംഗ് നോട്ടീസ് ടു ദ പ്ലഡ്ജർ. അല്ലേ, പ്ലഡ്ജർക്ക് നോട്ടീസ് നൽകിക്കൊണ്ട് പ്ലഡ്ജഡ് ഗുഡ്സ് ആർക്ക് വിൽക്കാം? പ്ലഡ്ജർ പോണിക്ക് വിൽക്കാവുന്നതാണ്. ഇതാണ് 1-2 വരുന്നത് ഡിഫറൻസസ് വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് റൈറ്റ് ടു യൂസ്. നമുക്ക് ആ ഗുഡ്സ്, അല്ലേ, ബെയിൽഡ് ഗുഡ്സും പ്ലഡ്ജഡ് ഗുഡ്സും ഉപയോഗിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ബെയിൽമെൻറ്റിൽ എങ്ങനെയാണ്? ബെയിലി മേ യൂസ് ദ ഗുഡ്സ് ഇഫ് ദ ബെയിൽമെൻറ്റ് കണ്ടെയ്ൻ സച്ച് കണ്ടീഷൻസ്. ബെയിൽമെൻറ്റ് കോൺട്രാക്റ്റിലെ അങ്ങനെ ഒരു കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ബെയിലിക്ക് ആ ഗുഡ്സ് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ പ്ലഡ്ജിൽ എങ്ങനെയാണ്? ദ പോണി കനോട്ട് യൂസ് ദ ഗുഡ്സ് പ്ലഡ്ജ്ഡ് വിത്ത് ഹിം. അല്ലേ, പ്ലഡ്ജ് ചെയ്തിട്ടുള്ള, പണയം വെച്ചിട്ടുള്ള, ഈട് വെച്ചിട്ടുള്ള ഗുഡ്സ് ആർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല? പോണിക്ക് അല്ലെങ്കിൽ പ്ലഡ്ജിക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. പക്ഷെ ബെയിൽമെൻറ്റിലെ അങ്ങനെ ആ ഗുഡ്സ് ഉപയോഗിക്കാം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കാം. പക്ഷെ പ്ലഡ്ജിൽ ഒരിക്കലും പോണിക്ക് പ്ലഡ്ജഡ് ഗുഡ്സ് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. ദെൻ നെക്സ്റ്റ് നമുക്ക് ലീൻ. അല്ലേ, അവരുടെ ആ പേഴ്സണൽ റൈറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാവുന്നതാണ്. In bailment, lien can be exercised only for the labor and skill spent. അല്ലേ, ബെയിൽമെൻറ്റിലെ ബെയിലിയുടെ അധ്വാനവും സ്കില്ലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അത് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് ആ പേഴ്സണൽ റൈറ്റ് ലീൻ അയാൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. പ്ലഡ്ജിലെ എങ്ങനെയാണ്? ലീൻ ക്യാൻ ബി എക്സസൈസ്ഡ് ഈവൺ ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ പ്ലഡ്ജിൻ്റെ കേസിലാണെങ്കിൽ ഇൻട്രസ്റ്റ് അടച്ചിട്ടില്ലെങ്കിൽ പോലും എന്ത് ചെയ്യാം? പോണി അല്ലെങ്കിൽ പ്ലഡ്ജിക്ക് ആ ഒരു പേഴ്സണൽ റൈറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അയാൾ പ്രിൻസിപ്പൽ എമൗണ്ട് കൊടുത്ത് ഇൻട്രസ്റ്റ് മാത്രം ബാക്കി നിർത്തിയാലും പോണിക്ക് എന്ത് ചെയ്യാം? പ്ലഡ്ജ്ഡ് ഗുഡ്സ് തിരിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, അയാളുടെ സ്വന്തം കസ്റ്റഡിയിൽ തന്നെ വെക്കാവുന്നതാണ്. ഇൻട്രസ്റ്റ് കിട്ടിയതിന് ശേഷം തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ലീൻ ക്യാൻ ബി എക്സസൈസ്ഡ് ഈവൺ ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. പക്ഷേ ഇതിലങ്ങനെ പറ്റില്ല.
ദെൻ നെക്സ്റ്റ് നമ്മൾ കൺസിഡറേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ബെയിൽമെൻറ്റിലെ കൺസിഡറേഷൻ മേ ഓർ മെ നോട്ട് എക്സിസ്റ്റ് അല്ലേ, കൺസിഡറേഷൻ ആവാം ആവാതിരിക്കുക. അപ്പോൾ ഗ്രാറ്റ്യൂട്ടസ് ബെയിൽമെൻ്റ് ആണെങ്കിൽ വിത്തൗട്ട് റിവാർഡാണ്, നോൺ ഗ്രാറ്റ്യൂട്ടസ് ആണെങ്കിൽ അവിടെ പ്രതിഫലം കൺസിഡറേഷൻ നൽകിക്കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കൺസിഡറേഷൻ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കുക. പക്ഷേ പ്ലഡ്ജിലെ കൺസിഡറേഷൻ ഓൾവേസ് എക്സിസ്റ്റ്. പ്ലഡ്ജിൽ എപ്പോഴും എന്തുണ്ടായിരിക്കും, കൺസിഡറേഷൻ ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് വരുന്നത് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് ആണ്. ഇപ്പോൾ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിൻ്റെ, അത് ടെർമിനേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്നത്, അവസാനിപ്പിക്കുന്നത്, ഈസ് ഡിസ്ചാർജ്ഡ് ബൈ, ഇപ്പോൾ ബെയിൽമെൻ്റ് ആണെങ്കിൽ ഡിസ്ചാർജ്ഡ് വെൻ ദ പർപ്പസ് ഈസ് അക്കംപ്ലിഷ്ഡ് ഓർ ആഫ്റ്റർ എ സ്പെസിഫൈഡ് പീരീഡ്. അപ്പോൾ നമ്മൾ ബെയിൽമെൻറ്റിൻ്റെ കേസിലാണെങ്കിൽ എന്ത് പർപ്പസിനാണോ ബെയിൽ ചെയ്തത് അത് ആ പർപ്പസ് അക്കംപ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ആ സ്പെസിഫൈഡ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് എക്സ്പയർ ആയി കഴിഞ്ഞാൽ ആ ബെയിൽമെൻറ്റ് കോൺട്രാക്റ്റ് അവസാനിക്കുന്നതാണ്. പ്ലഡ്ജ് അത് ടെർമിനേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്, വിത്ത് ദ പേയ്മെൻറ്റ് ഓഫ് ഡെറ്റ് ഓർ ദ പെർഫോമൻസ് ഓർ ദ സെയിൽ ഓഫ് സെക്യൂരിറ്റി. അതായത് ഒന്നുകിൽ നമ്മൾ ഡെറ്റ് തിരിച്ചു കൊടുക്കുമ്പോൾ, നമ്മുടെ ബാധ്യത കടം നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രോമിസ് നമ്മൾ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ സെക്യൂർഡ് അല്ലെങ്കിൽ പ്ലഡ്ജ്ഡ് ഗുഡ്സ് അതിൻ്റെ സെയിൽസ് നടന്നു കഴിഞ്ഞാൽ ഏത് കഴിയും, പ്ലഡ്ജ് എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റ് അവസാനിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ബെയിൽമെൻറ്റും പ്ലഡ്ജും തമ്മിലുള്ള ഡിഫറൻസസ് വരുന്നത്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ബെയിൽമെൻറ്റും പ്ലഡ്ജും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്നുള്ളത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലഡ്ജ് ആൻഡ് ലീൻ നോക്കാം. ലീനും പ്ലഡ്ജും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് പർപ്പസ് ആണ്. ഇവിടെയും പർപ്പസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്ലഡ്ജിനെയും ലീനിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ പർപ്പസിൽ എങ്ങനെയാണ് പറയുന്നത്, പ്ലഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ്, ബെയിൽമെൻറ്റ് ഓഫ് ഗുഡ്സ് ഓർ ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ഓഫ് ഗുഡ്സ് ആസ് സെക്യൂരിറ്റി ഫോർ പേയ്മെൻറ്റ് ഓഫ് ഡെറ്റ് ഓർ പെർഫോമൻസ് ഓഫ് എ പ്രോമിസ്. ഇപ്പോൾ ഒരു പ്രോമിസ് നമ്മൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഡെറ്റ് റീപേയ്മെൻറ്റ് നടത്തുന്നതിനുള്ള സെക്യൂരിറ്റി ആയിട്ടാണ് ഏത് ചെയ്യുന്നത്, നമ്മൾ ഗുഡ്സിൻ്റെ പൊസഷൻ ഡെലിവറി ചെയ്യുന്നത്. എന്നാൽ ലീനിൽ എന്താ ചെയ്യുന്നത്, ലീൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റൈറ്റ് ഓഫ് എ പേഴ്സൺ, അത് ഒരു വ്യക്തിയുടെ പേഴ്സണൽ റൈറ്റ് ആണ്. ഹു ഹാസ് പൊസഷൻ ഓഫ് സം ഗുഡ്സ് ടു റീറ്റെയിൻ ദാറ്റ് പൊസഷൻ അണ്ടിൽ എ ഡെറ്റ് ഡ്യൂ ടു ഹിം ഈസ് പെയ്ഡ് ഓർ സെറ്റിൽഡ്. അതായത് ഇപ്പോൾ ആ വ്യക്തിക്ക് അയാൾക്ക് ലഭിക്കാനുള്ള ആ ഒരു എമൗണ്ട് അത് ലഭിക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലുള്ള ഗുഡ്സ് ഓൺ കസ്റ്റഡിയിൽ തന്നെ വെക്കാനുള്ള ആ വ്യക്തിയുടെ അവകാശത്തെയാണ് നമ്മൾ ലീൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് റൈറ്റ് ടു സെൽ ഗുഡ്സ് ആണ്. ഈ ഗുഡ്സ് വിൽക്കുന്നതിലുള്ള അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്ലഡ്ജും ലീനും ഡിഫറൻഷിയേറ്റ് ചെയ്യാവുന്നതാണ്. പ്ലഡ്ജ് ഗീവ് ദ റൈറ്റ് ടു സെൽ അല്ലേ, പ്ലഡ്ജിൽ എന്തുണ്ട്, പോണിക്ക് അല്ലെങ്കിൽ പ്ലഡ്ജിക്ക് പ്ലഡ്ജ്ഡ് ഗുഡ്സ് വിൽക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ലീൻ എന്ത് നൽകുന്നില്ല, അത്തരത്തിലുള്ള റൈറ്റ്സ് ഒന്നും നൽകുന്നില്ല. ലീനിലെ ഗുഡ്സ് വിൽക്കാനുള്ള റൈറ്റ് ഇല്ല, അവിടെ ഇവർക്ക് എന്ത് ചെയ്യാം, റീറ്റെയിൻ ചെയ്തു വെക്കാം. ആ ഡെറ്റ് കിട്ടുന്നത് വരെ അല്ലെങ്കിൽ ആ എമൗണ്ട് ലഭിക്കുന്നത് വരെ, പ്രോമിസ് നിർവഹിക്കുന്നത് വരെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഗുഡ്സ് അയാളുടെ കസ്റ്റഡിയിൽ വെക്കാം. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ടെർമിനേഷൻ ആണ് അല്ലേ. പ്ലെഡ്ജ് ഓഫ് ഗുഡ്സ് ഈസ് നോട്ട് ലോസ്റ്റ് വെൻ ഗുഡ്സ് ആർ റിട്ടേൺഡ് ഓർ പൊസഷൻ ഈസ് ലോസ്റ്റ്. അപ്പോൾ ഗുഡ്സ് നമ്മൾ തിരിച്ചു നൽകിയത് കൊണ്ടോ ദെൻ അതിൻ്റെ പൊസഷൻ നഷ്ടപ്പെട്ടത് കൊണ്ടോ എന്ത് നഷ്ടപ്പെടുന്നില്ല, പ്ലെഡ്ജ് ഓഫ് ഗുഡ്സ് നഷ്ടപ്പെടുന്നില്ല പോണിക്ക്. പക്ഷേ ലീൻ ഈസ് ലോസ്റ്റ് വെൻ പൊസഷൻ ഈസ് ലോസ്റ്റ്. പൊസഷൻ നഷ്ടപ്പെടുന്നതിനോടൊപ്പം ഏതും നഷ്ടപ്പെടുന്നു, റൈറ്റ് ഓഫ് ലീൻ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു ഡിഫറൻസ്. ദെൻ അപ്പോൾ അത് ടെർമിനേഷനിൽ അതാണ് അവസാനിക്കുന്നതാണ്. അപ്പോൾ പ്ലെഡ്ജ് ചെയ്ത ഗുഡ്സ്, അപ്പോൾ ഇവിടെ എന്തില്ല, ഡെറ്റിൻ്റെ റീപേയ്മെൻറ്റോ അല്ലെങ്കിൽ പെർഫോമൻസ് ഫുൾഫിൽ ചെയ്യുമ്പോൾ, പ്രോമിസ് നമ്മൾ ഫുൾഫിൽ ചെയ്യുമ്പോഴോ മാത്രമേ ആ പ്ലെഡ്ജ് എന്ന് പറയുന്ന കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുന്നുള്ളൂ.
ദെൻ നമുക്ക് ഒറിജിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാവുന്നതാണ്. പ്ലഡ്ജ് ഈസ് ക്രിയേറ്റഡ് ബൈ കോൺട്രാക്ട് ബിറ്റ്വീൻ ടു പാർട്ടീസ്. ഇപ്പം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്ലഡ്ജ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ ലീൻ ഈസ് ക്രിയേറ്റഡ് ബൈ ലോ, നിയമത്തിലൂടെയോ അല്ലെങ്കിൽ ഓർ ബൈ എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്, എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് കോൺട്രാക്റ്റിലൂടെയോ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ലീൻ. ഇത്രയാണ് നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലഡ്ജ് ആൻഡ് ലീൻ വരുന്നത്. ദെൻ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്, അതായത് പ്ലഡ്ജ് മെയ്ഡ് ബൈ എ നോൺ ഓണർ ഓഫ് ഗുഡ്സ്. ഓണർ അല്ലാത്ത ഒരു വ്യക്തി ആ ഗുഡ്സ് പണയം വെക്കുകയാണെങ്കിൽ അത് വാലിഡ് ആണോ വോയിഡ് ആണോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ജനറൽ റൂൾ എന്ന് പറയുന്നത് ദ ഓണർ ഓഫ് ഗുഡ്സ് ക്യാൻ മേക്ക് എ വാലിഡ് പ്ലഡ്ജ്. അപ്പോൾ ആ ഗുഡ്സിൻ്റെ ഒരു സാധനം അതിൻ്റെ ഉടമസ്ഥന് മാത്രമേ വാലിഡ് നിയമസാധുതയുള്ള ഒരു പ്ലഡ്ജ് ചെയ്യാനായിട്ട് പണയം അത് നടത്താനായിട്ട് പറ്റുള്ളൂ. പ്ലഡ്ജ് മെയ്ഡ് ബൈ നോൺ ഓണേഴ്സ് ആർ നോട്ട് ഓർഡിനറിലി വാലിഡ്. ഇപ്പോൾ സാധാരണ നോൺ ഓണേഴ്സ് പണയം വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഈട് നൽകി കഴിഞ്ഞാൽ അതൊരിക്കലും വാലിഡ് അല്ല. പക്ഷേ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 178A and 179 mention some circumstances when a non-owner can make a valid pledge. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ നോൺ ഓണർ പ്ലഡ്ജ് ചെയ്താലും അത് വാലിഡ് പ്ലഡ്ജ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം നോക്കാം ഏതൊക്കെയാണ് ആ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് എന്നുള്ളത്. ഫസ്റ്റ് വൺ പറയുന്നത് പ്ലഡ്ജ് ബൈ എ മെർക്കൻറ്റൈൽ ഏജന്റ് ആണ്. മെർക്കൻറ്റൈൽ ഏജന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുഡ്സൊക്കെ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഓണർ ഓതറൈസ് ചെയ്തിട്ടുള്ള ഏജന്റ് ആണ് അല്ലേ, അവരെ നമ്മൾ മെർക്കൻറ്റൈൽ ഏജന്റ്. ഇപ്പം സാധാരണ ഗുഡ്സൊക്കെ വിൽക്കാൻ ഇങ്ങനെ ഏജന്റുമാരെ ഏൽപ്പിക്കാറുണ്ട്. അപ്പോൾ മെർക്കൻറ്റൈൽ ഏജന്റ് അദ്ദേഹം പ്ലഡ്ജ് ചെയ്യുമ്പോൾ അത് വാലിഡ് ആയിരിക്കും. എപ്പോഴൊക്കെയാണ് ഒരു മെർക്കൻറ്റൈൽ ഏജന്റ് പ്ലഡ്ജ് ചെയ്യുമ്പോൾ വാലിഡ് ആകുക നോക്കാം. അപ്പോൾ മെർക്കൻറ്റൈൽ ഏജന്റ് ഹാവ് ദ അതോറിറ്റി ടു സെൽ ദ ഗുഡ്സ് അല്ലേ. അപ്പോൾ ആ ഗുഡ്സ് വിൽക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ടായിരിക്കും. കൺസൈൻ ദ ഗുഡ്സ് ഫോർ സെയിൽസ്, വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ആ ഗുഡ്സ് കൊണ്ടുപോകാനും ആ ഗുഡ്സ് വാങ്ങുന്നതിനും ദെൻ ഈ ഗുഡ്സ് സെക്യൂരിറ്റി ആയിട്ട് നൽകിക്കൊണ്ട് പണം റേസ് ചെയ്യുന്നതിനൊക്കെ ഉള്ള അധികാരം ആർക്കുണ്ടായിരിക്കും? മെർക്കൻറ്റൈൽ ഏജന്റിനെ ഉണ്ടായിരിക്കും. അപ്പോൾ സെക്ഷൻ 178 ഓഫ് ദ കോൺട്രാക്ട് ആക്ട്, അപ്പോൾ സെക്ഷൻ 178 കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 178 പറയുന്നുണ്ട് ദ റൈറ്റ് ടു മേക്ക് എ വാലിഡ് പ്ലഡ്ജ് ഓൺ ഫുൾഫിൽമെന്റ് ഓഫ് സർട്ടൺ കണ്ടീഷൻസ്. അപ്പോൾ ഒരു മെർക്കൻറ്റൈൽ ഏജന്റ് പ്ലഡ്ജ് ചെയ്യുമ്പോൾ അത് വാലിഡ് പ്ലഡ്ജ് ആകണമെങ്കിൽ ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ കണ്ടീഷൻസ് ആണ് ഫുൾഫിൽ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഒന്ന്, he is in possession of the goods or document of title of goods. അതായത് മെർക്കൻറ്റൈൽ ഏജന്റിന്റെ ഒന്നുകിൽ എന്തായിരിക്കണം? ഹി ഈസ് ഇൻ പൊസഷൻ ഓഫ് ദ ഗുഡ്സ്, ആ ഗുഡ്സിൻ്റെ പൊസഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ ഗുഡ്സിൻ്റെ ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ ഇദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലാണെങ്കിൽ ആ ഏജൻറ്റിൻ്റെ പ്ലഡ്ജ് വാലിഡ് ആയിരിക്കും. Then a mercantile agent can make a valid pledge with the consent of the owner. ഓണറുടെ സമ്മതത്തോടു കൂടെയാണ് അദ്ദേഹം പ്ലഡ്ജ് ചെയ്യുന്നതെങ്കിൽ ആ പ്ലഡ്ജും വാലിഡ് ആയിരിക്കും. Then he act in the ordinary course of business as an agent. അദ്ദേഹം ഒരു സാധാരണ അപ്പോൾ ആ ഒരു ബിസിനസ് ഇതിലെ ഒരു ഏജന്റ് എന്ന രീതിയിലാണ് അദ്ദേഹം അത് ആ പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ അതും എങ്ങനെയായിരിക്കും? അവിടെയും ആ ഒരു പ്ലഡ്ജ് വാലിഡ് ആയിരിക്കും.
അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, അതായത് മർക്കൻറ്റൈൽ ഏജന്റ് ക്യാൻ മേക്ക് എ വാലിഡ് പ്ലഡ്ജ് ഇഫ് ഹി ആക്ട് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ആസ് എൻ ഏജന്റ്. ഇപ്പോൾ ഒരു ഏജന്റ് എന്നുള്ള രീതിയിലാണ് ആ ഒരു ഇതിൽ അയാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ പ്ലഡ്ജ് വാലിഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കിരണ് കുറച്ച് ഫർണിച്ചർ മനുവിനെ വിൽക്കാനായിട്ട് കൊടുത്തു. അപ്പോൾ കിരൺ പീസ് ഓഫ് ഫർണിച്ചേഴ്സ് പർപ്പസ് ഓഫ് സെയിലാണ് കേട്ടോ, സെയിൽസിന് വേണ്ടിയിട്ട് വിൽക്കാനായിട്ട് അയാൾക്ക് എന്ത് കൊടുത്തു, മനുവിനെ ഏൽപ്പിച്ചു. അപ്പോൾ കിരണ് മനുവിനെ കുറച്ച് ഗുഡ്സ് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് വിൽക്കാനായിട്ടാണ് ഏൽപ്പിച്ചത്. മനു എന്ത് ചെയ്തു, ഈ വിൽക്കാൻ കൊടുത്ത ഗുഡ്സ്, അയാൾക്കത് പണയം വെക്കാനുള്ള അധികാരം ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷെ വിൽക്കാനായിട്ടാണ് ഏൽപ്പിച്ചത്. മനു എന്ത് ചെയ്തു, അയാൾ ഒരു മർക്കൻറ്റൈൽ ഏജന്റ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, രവിയുടെ അടുത്ത് അത് പണയം വെച്ചിട്ട് അത് പണയം വെച്ചു. അപ്പോൾ രവിക്കറിയില്ല എന്തെന്ന്, മനുവിനെ ഇത് പണയം വെക്കാനുള്ള അധികാരം കിരൺ കൊടുത്തിട്ടില്ല എന്നുള്ളത് ആർക്കറിയില്ല, രവിക്ക് അറിയില്ല. രവി ഗുഡ് ഫെയ്ത്തോടു കൂടെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ പ്ലഡ്ജ് എന്താകും, വാലിഡ് പ്ലഡ്ജായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഒരു ഏജന്റ് എന്നുള്ള രീതിയിൽ, അപ്പോൾ മനു ഒരു മർക്കൻറ്റൈൽ ഏജന്റ് എന്നുള്ള രീതിയിലാണ് രവിക്ക് ഇത് പണയം വെക്കുന്നത്. അപ്പോൾ രവിക്ക് ആക്ച്വലി അറിയില്ല, രവിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, ഇത് വിൽക്കാൻ വേണ്ടി മാത്രം ഏൽപ്പിച്ചിട്ടുള്ളതാണ്, ഈവൻ അത് പണയം വെക്കാനുള്ള അധികാരം കൊടുത്തിട്ടില്ല എന്നുള്ളതൊന്നും രവിക്ക് അറിയില്ല. രവി പണയം സ്വീകരിച്ചു, പ്ലഡ്ജ് സ്വീകരിച്ചു. അപ്പോൾ ഈ പ്ലഡ്ജ് വാലിഡ് ആയിരിക്കും. അപ്പോൾ അതാണ് പറയുന്നത്, മർക്കൻറ്റൈൽ ഏജന്റ് ക്യാൻ മേക്ക് എ വാലിഡ് പ്ലഡ്ജ് ഇഫ് ഹി ആക്ട് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ആസ് ആൻ ഏജന്റ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത്, ദ ഗുഡ്സ് മസ്റ്റ് ഹാവ് ബീൻ ഗിവൺ ടു ദ മർക്കൻറ്റൈൽ ഏജന്റ് ഇൻ ഹിസ് കപ്പാസിറ്റി ഓഫ് എൻ ഏജന്റ്. ഇപ്പോൾ മർക്കൻറ്റൈൽ ഏജന്റിന് ഗുഡ്സ് നൽകുന്നത് അയാളുടെ ഏജന്റ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കപ്പാസിറ്റി അതിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ മാത്രമേ അത് എന്താകുന്നുള്ളൂ, വാലിഡ് ഗുഡ്സ് ആകുന്നുള്ളൂ, വാലിഡ് പ്ലഡ്ജ് ആകുന്നുള്ളൂ. അപ്പോൾ ദ ഗുഡ്സ് മസ്റ്റ് ഹാവ് ബീൻ ഗിവൺ ടു ദ മർക്കൻറ്റൈൽ ഏജന്റ് ഇൻ ഹിസ് കപ്പാസിറ്റി ആസ് എൻ ഏജന്റ്. അപ്പം ഏജന്റ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കപ്പാസിറ്റി അത് ആ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഏജന്റിന് ഗുഡ്സ് നൽകുന്നതെങ്കിൽ അത് പ്ലഡ്ജ് ചെയ്താൽ മാത്രമേ വാലിഡ് പ്ലഡ്ജ് ആകുന്നുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പം കിരൺ അദ്ദേഹത്തിൻ്റെ ഫർണിഷ്ഡ് ഹൗസ് മനുവിനെ റെന്റിന് കൊടുത്തു, മനുവിനത് വാടകയ്ക്ക് കൊടുത്തു. അപ്പം ഇദ്ദേഹം ഫർണിഷ്ഡ് ഹൗസ് വാടകയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്, റെന്റിനാണ് കൊടുത്തിരിക്കുന്നത്, വിൽക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഒരു മനു ഒരു ഏജന്റാണ് അല്ലെങ്കിൽ ഒരു ഓപ്ഷനെയർ ആണ്, അപ്പോൾ അത് എന്നുള്ള രീതിയിലല്ല ഇത് കൊടുത്തിരിക്കുന്നത്. ഫർണിഷ്ഡ് ഹൗസ് അയാൾക്ക് വാടകയ്ക്ക് കൊടുത്തു. മനു എന്ത് ചെയ്തു, ഈ ഫർണിച്ചറൊക്കെ രവിക്ക് പണയം കൊടുത്തു, രവിയുടെ അടുത്ത് പണയം വെച്ചു. അപ്പം ഇതൊരിക്കലും രവിക്ക് അറിയില്ല, പക്ഷെ ഇത് എന്താണ്, രവി ഗുഡ് ഫെയ്ത്തോടു കൂടിയൊക്കെ തന്നെ ആയിരിക്കും രവി പ്രവർത്തിച്ചിട്ടുള്ളത്. ഗുഡ് ഫെയ്ത്തോടു കൂടിയാണ്, ഇവരുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളൊന്നും രവിക്ക് അറിയില്ലെങ്കിൽ കൂടെ ഇത് എന്താണ്, വാലിഡ് പ്ലഡ്ജ് ആയിരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫർണിഷ്ഡ് ഹൗസ് അയാൾക്ക് താമസിക്കാനായിട്ട് കൊടുത്തതാണ്. ഇപ്പോൾ മനുവിൻ്റെ ഏജന്റ് എന്നുള്ള രീതിയിലല്ല ഇവിടെ നമ്മൾ ഗുഡ്സ് നൽകിയിരിക്കുന്നത്. ഇത് ഇൻവാലിഡ് ആണ്, ബിക്കോസ് ഹി പൊസസ്ഡ് ദ ഫർണിച്ചർ ആസ് എ ടെനന്റ്, അല്ലേ, ഒരു ടെനന്റ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് ഈ ഗുഡ്സ് ലഭിച്ചിരിക്കുന്നത്. ഒരു വാടകക്കാരൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് ഈ ഫർണിച്ചർ അവൈലബിൾ ആയിട്ടുള്ളത്. ആ ഫർണിച്ചറാണ് അദ്ദേഹം രവിയുടെ അടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊരിക്കലും എന്തല്ല, വാലിഡ് പ്ലഡ്ജ് അല്ല. അപ്പോൾ
മനുവിനെ ഒരു ഏജന്റ് എന്നുള്ള രീതിയിൽ ഈ ഗുഡ്സ് ഫർണിച്ചറാണ് കൊടുത്തിരുന്നതെങ്കിൽ, ഒരു ഏജന്റ് എന്നുള്ള അയാളുടെ ആ കപ്പാസിറ്റി അതിനെ ബേസ് ചെയ്തിട്ട് അയാൾക്ക് ഫർണിച്ചർ കൊടുത്തു, അത് വിൽക്കുകയാണെങ്കിൽ വാലിഡ് ആണ്. പക്ഷേ ഇത് ഇൻവാലിഡ് പ്ലെഡ്ജ് ആണ്. കാരണം ഇവിടെ ഒരു വാടകക്കാരൻ എന്നുള്ള രീതിയിലാണ് അയാൾക്ക് ഈ ഫർണിച്ചർ ലഭിച്ചിരിക്കുന്നത്, അത് അയാൾ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ മർക്കൻറ്റൈൽ ഏജന്റ് എന്നുള്ള രീതിയിലല്ല അദ്ദേഹത്തിന് ഈ ഗുഡ്സ്, ഈ ഒരു ഫർണിച്ചർ അവൈലബിൾ ആയിട്ടുള്ളത്, അയാൾക്ക് പൊസഷൻ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് ഒരു ഇത് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കേസ് പറയുന്നു. ദെൻ നെക്സ്റ്റ് പറയുന്നത്, ദ പോണി മസ്റ്റ് ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഹി ഷുഡ് നോട്ട് ഹാവ് എനി നോട്ടീസ് ദാറ്റ് പോണർ ഹാസ് നോ അതോറിറ്റി ടു പ്ലഡ്ജ്. അതായത് പ്ലഡ്ജ് ചെയ്യാനുള്ള അധികാരം, പണയം വെക്കുന്നതിനുള്ള അധികാരം പോണർക്ക് ഇല്ല എന്നുള്ളതിനെ കുറിച്ച് പോണിക്ക് യാതൊരു അറിവുമില്ലെങ്കിൽ, അദ്ദേഹം ഗുഡ് ഫെയ്ത്തോടു കൂടെയാണ് പ്രവർത്തിച്ചിട്ടുള്ളതെങ്കിൽ ആ പ്ലഡ്ജ് വാലിഡ് ആയിരിക്കും. അപ്പം ഇത്രയും സർക്കംസ്റ്റാൻസസിലാണ് മർക്കൻറ്റൈൽ ഏജന്റ് നൽകുന്ന പ്ലഡ്ജ് വാലിഡ് ആകുന്നത്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത്, പ്ലഡ്ജ് ബൈ എ പേഴ്സൺ ഇൻ പൊസഷൻ അണ്ടർ എ വോയിഡബിൾ കോൺട്രാക്റ്റ് അല്ലേ. ഇപ്പോൾ പ്ലഡ്ജ് ബൈ എ പേഴ്സൺ ഇൻ പൊസഷൻ അണ്ടർ എ വോയിഡബിൾ കോൺട്രാക്റ്റ്, അതായത് എ പേഴ്സൺ ഗെറ്റ് പൊസഷൻ ഓഫ് ഗുഡ്സ് ബൈ ക്വയറേഷൻ, മറ്റുള്ള ഒരാളെ ആക്രമിച്ചിട്ട് അതിലൂടെ അദ്ദേഹം വാങ്ങിക്കുക, അൺഡ്യൂ ഇൻഫ്ലുവൻസസ്, ഫ്രോഡ് ഓർ മിസ്റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇതിലൂടെയൊക്കെയാണ് ഗുഡ്സിൻ്റെ പൊസഷൻ ലഭിച്ചിരിക്കുന്നതെങ്കിൽ ദ കോൺട്രാക്റ്റ് ഈസ് വോയിഡബിൾ, ആ കോൺട്രാക്റ്റ് വോയിഡബിൾ ആണ്. ദ ഓപ്ഷൻ ഓഫ് ട്രൂ ഓണർ അല്ലെ, ട്രൂ ഓണറുടെ ഓപ്ഷനാണത്, അത് വേണമെങ്കിൽ വോയിഡബിൾ ആകാം. വെൻ എ പേഴ്സൺ ഇൻ പൊസഷൻ ഓഫ് സച്ച് ഗുഡ്സ് മേക്ക് എ പ്ലഡ്ജ്, അപ്പം ഇങ്ങനെ പൊസഷൻ ലഭിച്ചിട്ടുള്ള ആ വ്യക്തി ആ ഗുഡ്സ് പണയം വയ്ക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് വാലിഡ്, അത് വാലിഡ് ആയിരിക്കും. എപ്പോൾ? ഇഫ് ഇറ്റ് ഈസ് മെയ്ഡ് ബിഫോർ ദ കോൺട്രാക്ട് ഈസ് ഡിസൈൻഡ്. ഇപ്പം നമ്മൾ ആ നിലവിലുള്ള കോൺട്രാക്ട്, വോയിഡബിൾ കോൺട്രാക്ട്, അത് ക്യാൻസൽ ചെയ്യുന്നതിന് മുൻപ് അദ്ദേഹം ആ കോൺട്രാക്ട് പ്ലഡ്ജ് ചെയ്യുകയാണെങ്കിൽ, and the pony act in good faith and has no notice of the pawner's defective title. ഇനി പോണി ശരിയായ വിശ്വാസത്തോടു കൂടെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിരിക്കുന്നത്, പോണറുടെ ഡിഫക്റ്റീവ് ടൈറ്റിലിനെ കുറിച്ച് അദ്ദേഹത്തിനൊന്നും അറിയില്ലെങ്കിൽ ആ പ്ലഡ്ജ് വാലിഡ് ആണ്. അപ്പോൾ ക്വയറേഷനിലൂടെയോ അൺഡ്യൂ ഇൻഫ്ലുവൻസസിലൂടെയോ ഫ്രോഡിലൂടെയോ മിസ്റെപ്രസെൻറ്റേഷനിലൂടെയോ അങ്ങനെ ചതിയിലൂടെയാണ് ഓണർഷിപ്പ് ചതിയിലൂടെയാണ് പൊസഷൻ കിട്ടിയിരിക്കുന്നതെങ്കിൽ അത് വോയിഡബിൾ ആണ്. അപ്പോൾ ആ കോൺട്രാക്റ്റ് എന്താ പറയുക, ക്യാൻസൽ ചെയ്യുന്നതിന് മുൻപായിട്ടാണ് ഈ വ്യക്തി പ്ലഡ്ജർ ആ ഗുഡ്സ് പ്ലഡ്ജ് ചെയ്തിട്ടുള്ളതെങ്കിൽ, പോണിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ അത് വാലിഡ് പ്ലഡ്ജ് ആയിട്ട് കണക്കാക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത്, പ്ലഡ്ജ് ഓഫ് പോണർ വിത്ത് ഓൺലി ലിമിറ്റഡ് ഇൻട്രസ്റ്റ്. പ്ലഡ്ജ് ഓഫ് പോണർ വിത്ത് ഓൺലി ലിമിറ്റഡ് ഇൻട്രസ്റ്റ്. അപ്പോൾ പ്ലഡ്ജ് ചെയ്തിട്ടുള്ള ഗുഡ്സിൻ്റെ മുകളിൽ, പ്ലഡ്ജഡ് ഗുഡ്സിൻ്റെ മുകളിൽ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ആണ് ഉള്ളതെങ്കിൽ, ആ എത്രയാണോ അതിൻ്റെ ഇൻട്രസ്റ്റ് എത്രത്തോളം ഉണ്ടോ അത്രയുമാണ് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ആ ഒരു പ്ലഡ്ജിൻ്റെ ഇത് വരുന്നത്. നോക്കാം നമുക്ക്. വെൻ എ പേഴ്സൺ ഹാസ് ഓൺലി ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഇൻ ദ ഗുഡ്സ് പ്ലഡ്ജ്ഡ്, പ്ലഡ്ജ് ചെയ്ത ഗുഡ്സിൻ്റെ മേലെ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ആണ് ആ വ്യക്തിക്കുള്ളതെങ്കിൽ ഇറ്റ് ഈസ് വാലിഡ്. അത് വാലിഡ് ആകുന്നത് എപ്പോഴാണ്? ഓൺലി ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദാറ്റ് ഇൻട്രസ്റ്റ്. അതാണ് പ്ലഡ്ജ് ഓഫ് പോണർ വിത്ത് ഓൺലി ലിമിറ്റഡ് ഇൻട്രസ്റ്റിൽ പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, നമുക്കതൊരു എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും കൂടെ അത് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നോക്കി നോക്കാം നമുക്ക്. അപ്പോൾ അരുണിന് ഒരു സ്കൂട്ടർ കളഞ്ഞു കിട്ടി, റോട്ടിൽ നിന്ന് ഒരു സ്കൂട്ടർ കിട്ടി. ദെൻ അതിൻ്റെ റിയൽ ഓണർ എന്ന് പറയുന്നത് രാജീവാണ് അതിൻ്റെ ട്രൂ ഓണർ
രാജീവാണ്. സ്കൂട്ടർ കളഞ്ഞു കിട്ടി അരുണിനെ. അപ്പോൾ ഈ ട്രൂ ഓണർ ആയിട്ടുള്ള രാജീവിനെ കണ്ടുപിടിക്കാനായിട്ട് 2000 രൂപ ഇദ്ദേഹത്തിന് അരുണിന് ചിലവായി. അപ്പോൾ 2000 റുപ്പീസ് ചിലവാക്കിയിട്ടാണ് രാജീവിനെ ആര് കണ്ടുപിടിച്ചത്? അരുണ് കണ്ടുപിടിച്ചത്. അപ്പോൾ രാജീവിനെ കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സിൻ്റെ ഒരു ഡ്യൂട്ടിയാണ് വന്ന ആൾക്ക് ഇത് തിരിച്ചു കൊടുക്കണം, ഗുഡ്സ് അത് തിരിച്ചു കൊടുക്കണം. അപ്പോൾ രാജീവിനോട് അരുണ് പറഞ്ഞു 2000 റുപ്യ ചിലവായിട്ടുണ്ട്, അത് തന്നു കഴിഞ്ഞാൽ ഈ സ്കൂട്ടർ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. രാജീവ് എന്ത് ചെയ്തു? 2000 രൂപ കൊടുക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അരുൺ എന്ത് ചെയ്തു? ആ സ്കൂട്ടർ നേരെ ബിനോയുടെ അടുത്ത് 5000 രൂപയ്ക്ക് പണയം വെച്ചു. അപ്പോൾ രാജീവ് 2000 രൂപ കൊടുക്കില്ല എന്ന് പറഞ്ഞു. 2000 രൂപ രാജീവ് കൊടുത്തില്ലെങ്കിൽ ഈ ഗുഡ്സ് ആർക്ക് കസ്റ്റഡിയിൽ വെക്കാം? അരുണിനെ കസ്റ്റഡിയിൽ വെക്കാം. അരുണ് നേരെ അത് കൊണ്ടുപോയിട്ട് ബിനോയുടെ അടുത്ത് 5000 രൂപ അത് 5000 രൂപയ്ക്ക് പണയം വെച്ചു. ഇനി രാജീവിന് ഈ സ്കൂട്ടറിലുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2000 റുപ്പീസാണ് അല്ലേ? 2000 രൂപയാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അരുൺ 5000 രൂപയ്ക്ക് പണയം വെച്ചു എന്ന് വിചാരിച്ചിട്ട് രാജീവ് പിന്നെ സ്കൂട്ടർ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് 5000 രൂപ അടയ്ക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? രാജീവിന് 2000 രൂപ കൊടുത്തിട്ട് അരുണിൻ്റെ കയ്യിൽ നിന്ന് സ്കൂട്ടർ തിരിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പം രാജീവിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ടു ₹2000. അപ്പോൾ അയാളുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് ഇത്രയാണ് വരുന്നുള്ളൂ. അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത് പ്ലെഡ്ജ് ഓഫ് പോണി വിത്ത് ഓൺലി ലിമിറ്റഡ് ഇൻട്രസ്റ്റിൽ പറയുന്നത്. അതായത് അറ്റ് ടൈംസ് ഗുഡ്സ് ആർ പ്ലെഡ്ജ്ഡ് വേർ ഇൻ ദ പോണർ ഹാസ് ഓൺലി ലിമിറ്റഡ് ഇൻട്രസ്റ്റ്. ആ പോണർക്ക് ലിമിറ്റഡ് ഇൻട്രസ്റ്റേ ഉള്ളൂ വെച്ചിങ്ങനെ. ഇൻ സച്ച് കേസ് ഓഫ് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് the pledge is valid only to the extent of that interest, limited interest. ആ ലിമിറ്റഡ് ഇൻട്രസ്റ്റിൻ്റെ അത്രയാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് പ്ലെഡ്ജ് ബൈ എ സെല്ലർ ഇൻ പൊസഷൻ ആഫ്റ്റർ സെയിൽസ്. അപ്പോൾ വെൻ ദ സെല്ലർ ഓഫ് ഗുഡ്സ് കണ്ടിന്യൂ ടു ബി ഇൻ പൊസഷൻ ഓഫ് ദ ഗുഡ്സ് ഈവൺ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് സെയിൽസ്. അതായത് വിൽപ്പനയ്ക്ക് ശേഷവും, അതായത് ഗുഡ്സ് വിറ്റതിന് ശേഷവും, അതായത് പൈസയൊക്കെ കൊടുത്തു വിറ്റതിന് ശേഷവും ആ ഗുഡ്സ് സെല്ലറുടെ കസ്റ്റഡിയിൽ തന്നെയാണ്. ദ സെല്ലർ ക്യാൻ മേക്ക് എ വാലിഡ് പ്ലെഡ്ജ് ഓഫ് ഗുഡ്സ്. സെല്ലർക്ക് ഒരു വാലിഡ് പ്ലെഡ്ജ് ചെയ്യാവുന്നതാണ്. പ്രൊവൈഡഡ് ദ പോണി ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് വിത്തൗട്ട് എനി നോട്ടീസ് ഓഫ് ദ പ്രീവിയസ് സെയിൽ. അപ്പോൾ പോണി പ്രീവിയസ് സെയിൽസിനെ കുറിച്ച് ഒന്നും അറിയാതെ ശരിയായിട്ടുള്ള വിശ്വാസത്തോടു കൂടെയാണ് ആ പ്ലെഡ്ജിൽ ഏർപ്പെട്ടിട്ടുള്ളതെങ്കിൽ ആ പ്ലെഡ്ജ് വാലിഡ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. എക്സാമ്പിൾ പറയാം. ഇപ്പോൾ അമ്മു അരുണിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗുഡ്സ് വാങ്ങി. അരുണിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങി, ദെൻ ബോട്ട് ഗുഡ്സ് വാങ്ങി, ദെൻ അതിൻ്റെ പേയ്മെൻറ്റ് നടത്തുകയും ചെയ്തു. അപ്പോൾ അരുണിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങി പേയ്മെൻ്റ് ഒക്കെ നടത്തി. അപ്പോൾ സെയിൽസ് കംപ്ലീറ്റ് ആയി. എന്നിട്ട് അമ്മ എന്ത് ചെയ്യാണ്? ഗുഡ്സ് ആരുടെ അടുത്ത് തന്നെ ഇട്ടു? അരുണിൻ്റെ അടുത്ത് തന്നെ ഇട്ടു. അപ്പോൾ അരുണിൻ്റെ കസ്റ്റഡിയിലാണ് ഗുഡ്സ് ഉള്ളത്. അരുൺ എന്ത് ചെയ്തു? ഈ ഗുഡ്സ് പ്ലെഡ്ജ് ചെയ്തു. ജെഫിയുടെ അടുത്തത് പണയം വെച്ചു. ജെഫിക്ക് ഈ പ്രീവിയസ് സെയിൽസിനെ കുറിച്ചൊന്നും അറിയില്ല. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് അറിയില്ല. ഇദ്ദേഹം ഗുഡ് ഫെയ്ത്തോടു കൂടിയാണ് ഈ ഒരു പ്ലെഡ്ജ് കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളതെങ്കിൽ ഈ പ്ലെഡ്ജ് വാലിഡ് ആയിരിക്കും. ദെൻ അതിലെ ലാസ്റ്റ് പോയിന്റ് പ്ലെഡ്ജ് ബൈ എ ബയർ ഇൻ പൊസഷൻ ബിഫോർ സെയിൽസ്. അതായത് ഈവൺ ബിഫോർ കംപ്ലീറ്റിംഗ് ദ സെയിൽസ്. ഇപ്പോൾ സെയിൽസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപ്, അതായത് സാധനം വിറ്റു പക്ഷെ വില ലഭിച്ചിട്ടില്ല. ദ ബയർ ഒബ്റ്റെയിൻ പൊസഷൻ ഓഫ് ഗുഡ്സ് വിത്ത് ദ സെല്ലേഴ്സ് കൺസെൻറ്റ്. ഇപ്പോൾ സെല്ലറുടെ സമ്മതപ്രകാരം ഗുഡ്സ് ആർക്ക് നൽകിയിട്ടുണ്ട്? ബയർക്ക് നൽകിയിട്ടുണ്ട്. ബയറുടെ കസ്റ്റഡിയിലാണ് ഗുഡ്സ് ഉള്ളത്.
പക്ഷേ അതിൻ്റെ പൈസ കിട്ടാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഓണർ ആര് തന്നെയാണ്? സെല്ലർ തന്നെയാണ് ഉടമസ്ഥൻ. ഉടമസ്ഥൻ സെല്ലർ തന്നെയാണ്. ബയർക്ക് അതിൻ്റെ പൊസഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ദ ബയർ ക്യാൻ മേക്ക് എ പ്ലഡ്ജ് ഓഫ് ദീസ് ഗുഡ്സ്. ബയർ എന്ത് ചെയ്തു? ഈ ഗുഡ്സ് ബയർ പ്ലഡ്ജ് ചെയ്തു. ദ പ്ലഡ്ജ് ഈസ് വാലിഡ്. ആ പ്ലഡ്ജ് വാലിഡ് ആകും, അതിന് നിയമസാധുത ഉണ്ടായിരിക്കും. എങ്ങനെയാണെങ്കിൽ ഇഫ് ദ പോണി ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത്. പോണി ഗുഡ് ഫെയ്ത്തോടു കൂടെയായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. വിത്തൗട്ട് എനി നോട്ടീസ് ദാറ്റ് ദ സെല്ലർ ഹാസ് യെറ്റ് സം റൈറ്റ് ഇൻ ദ ഗുഡ്സ്. സെല്ലർക്ക് ഈ ഗുഡ്സിൻ്റെ മുകളിൽ എന്തെങ്കിലും അവകാശമുണ്ട് എന്നതിനെ കുറിച്ച് പോണിക്ക് അറിയില്ലെങ്കിൽ അദ്ദേഹം ഗുഡ് ഫെയ്ത്തോടു കൂടെയാണ് ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ ആ പ്ലഡ്ജ് വാലിഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയും സർക്കംസ്റ്റാൻസസിലാണ് നോൺ ഓണേഴ്സ് പ്ലഡ്ജ് ചെയ്യുമ്പോൾ ആ പ്ലഡ്ജിന് നിയമസാധുത ഉണ്ടാകുന്നത്. ഇത്രയാണ് നമുക്ക് ബെയിൽമെന്റ് ആൻഡ് പ്ലഡ്ജ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അടുത്ത ക്ലാസ്സിലെ നമുക്ക് പുതിയൊരു ചാപ്റ്ററുമായിട്ട് കാണാം. താങ്ക് യു.